പോക്കൃത്തരമല്ല മാഷകുമാരി കാണിച്ചത്. എന്റെ മകളോട് വേണ്ടാധീനം കാണിച്ച ദിവനോട് എന്റെ മകനൊന്ന് ചൂടായിപ്പോയി, സ്വാഭാവികം എന്ന് കരുതി ഇവന്റെ കൈതല്ലി ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നല്ലേ മാഷ അതിന്റെ അർത്ഥം? മാഷേ, ഇവന്മാരെ ഒന്നും വെറുതെ വിടരുത്, ഡിസ്മിസ് ചെയ്യണം, ഇവനെയൊക്കെ ഡിസ്മിസ് ചെയ്യണം. എന്താടത്? ഞാൻ എന്തേത് ആദ്യം പെങ്കോച്ചനോട് ചോദിക്ക് വല്ല പരാതി ഉണ്ടോന്ന്. മിണ്ടല്ലേ? കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം, ഒരുമാതിരി വേഷവും നടപ്പും. നിങ്ങൾക്ക് ഇവരൊന്ന് ശ്രദ്ധിച്ചൂടെ? ഇവന്റെ അച്ഛനെവിടെയാ? ഗൾഫിലാ മാഷേ. ആ അത് തന്നെയാ, അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ദൂർത്തടിക്കാൻ നാട്ടിലൊരു മകൻ. ആ നിനക്കൊക്കെ അസലടിയുള്ള തന്റെ കേടാ. വീട്ടിൽ തല്ലുകൊള്ളാത്തവൻ നാട്ടിൽ തല്ലുകൊള്ളി, അത്ര തന്നെ. ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നല്ല ബെസ്റ്റ് കൂട്ടുകെട്ട. കർത്താവിന് നിരക്കാത്തൊന്നും ചെയ്യുന്ന അപ്പം മോനോട് പറഞ്ഞിട്ടില്ലടാ. ഇന്നിട്ടാ ഉപമാഷ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞാ മതി. നീ എന്തിനാണ് അമ്മച്ചീനെ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമാണ് നിന്റെ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിന്റെ വീട്ടുകാരെ ഇനി പ്രത്യേകം വിളിക്കണോ? ആരും വന്നില്ലേ? ചേട്ടന്മാര് വരുന്നുണ്ട്. ചേട്ടന്മാര് വരുന്നുണ്ട്. ഒരാഴ്ചത്തെ കൂടി സമയം തരണം. ഒരാഴ്ച. അതൊക്കെ മാസം വേണ്ട പറ്റി. അത് മറന്നിട്ടാ ഷർട്ടിന്റെ ബട്ടൺസ് ഇങ്ങനെ മര്യാദ എവിടെ പോയി നോക്കാം. പോയി നോക്കാന്നേ. മാഷെ മാത്യുവിന്റെ ചേട്ടന്മാരെ. ഓ ചേട്ടന്മാരെത്തിയോ? വാ വാ വാ. ഇത് സ്റ്റീഫൻ, ഞാൻ സാറ് പറ. പറയില്ലേ? എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം. സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയൻ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു. ഇവിടെ ഇതിനു മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല തവണ വാണിംഗും കൊടുത്തതാ. ഇനി അത് പറ്റില്ല. പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതെറ്റുണ്ട്. അതുകൊണ്ട് TC കൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം. അത് വളരെ നല്ല തീരുമാനമാണ്. വളരെ നല്ല തീരുമാനം. നല്ല കുട്ടികളെ നമ്മൾ എന്ത് വില കൊടുത്ത് രക്ഷിക്കണം. ശരിയാണ് മാഷ്. TC എഴുതിക്കോളൂ അല്ലേ? അതെ അതെ. അപ്പോ ആ കണക്ക് തീർന്നില്ലേ? ഇനി ഈ കണക്ക് സീഫ ദിവന്റെ കണക്കെടുത്തേ. 2002 ജനുവരി 6 80,000 പേഴ്സണൽ. മുതലും ഇല്ല, അതിന്റെ കൂടെ പലിശയില്ല. 13% പലിശയ്ക്ക് 1,16,400. അതെന്താ നീ അടയ്ക്കാത്ത? അത് ഈ ബിസിനസിന്റെ ഓട്ടത്തിനിടക്ക് വന്നൊരു ചെറിയൊരു ഡിലേ. ഇത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയ ഡീൽ ഇരുന്നോ. ഗുഡ് ബൈ. പീറ്റർ, അത് നമ്മളെ തമ്മിൽ ശരിയാവൂല. സ്റ്റീഫ, ഒരു 6 മാസം പോട്ടെ. 1 മാസം, ഒരാഴ്ച.
നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ അടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് എന്നാ പരാതി പറയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരിക്കണത്. അല്ല സ്റ്റേജിൽ കയറി ഇടിയണ്ടാക്കലടാ വേണ്ടത്. നീ ഇതൊക്കെ എവിടത്തെ പഠിച്ചടാ? ചുമ്മാ കാർന്നമാരെ തല്ലുവിളിക്കാനായിട്ട്. ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരുടെ തലനാണ്ടപ്പോ അവൻ കയറി ഇടപെട്ട് അതിന് അവനെ കുറ്റം പറയാൻ പറ്റുമോ? എന്റെ പൊന്നു സാറേ, ഈ കാര്യത്തില് എനിക്കും എന്റെ മൗനും ഒരു പരാതിയില്ല. ഞങ്ങള് പൊക്കോട്ടെ. പീറ്ററെ, പൊക്കോട്ടെ. മാഞ്ചി, റാഞ്ചി അല്ല സ്റ്റീഫൻ. അടി ഗംഭീരം. വാടാ. ആസി പോടാ. അവൻ തല്ലുണ്ടാക്കാൻ നടന്ന്. പോടാ. അപ്പൊ മാഷേ, പരാതിക്കാരന് പരാതിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ചോടെ. അപ്പോ TC ഒന്നുമില്ല. അപ്പൊ ഇറങ്ങാം. പോവാം. അപ്പൊ താങ്ക് യു സാറേ. പെട്ടെന്ന് അങ്ങനെ കാര്യം മനസ്സിലായി. നല്ല ഗുഡ് മോർണിംഗ്. എന്താടാ അത് കലക്കി വീട്ടട്ടാ. അയാളുടെ കരണമുണ്ടല്ലോ പൊക്കഞ്ഞേട്ടോ. നിന്റെയും പോകുകയും ഇനി ഇവന്റെ കൂടെ നിന്നെ കണ്ട ഇവന്മാരെയൊക്കെ വഷളാക്കണം നീ ഒറ്റ ഒരുത്തനാട്ടോ. എക്സാക്ട്ലി ചേട്ടായി. അല്ല അല്ല കണക്ക് നന്നായി പഠിക്കണില്ലേ? ആ അപ്പൊ എന്നാ പോവാം. പോയേക്കാം. മാസ് ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുന്ന പേടിച്ചിരിക്കായിരുന്നു. എന്തായാലും ദേവി കാത്തു. ഹേമേ, എനിക്ക് സസ്പെൻഷൻ കിട്ടില്ല. സന്തോഷായില്ലേ? സോറി കേട്ടോ. ഓക്കെ ബേബി. കുറച്ച് സൈഡൊക്കെ താ കേറിക്കട്ടെ. ഹേമേ ഹേമേ സിപ്പ വാങ്ങിച്ചേരാ. എടാ, ഇവിടെ റൂൾസ് ഉണ്ടോ, റെഗുലേഷൻസ് ഉണ്ടോ, ഇവിടെ പ്രിൻസിപ്പിൾ ഉണ്ടോ? ഒന്ന് പോടാ. വാക്ക് എടുത്ത് കൈ ഒടിച്ച് അച്ഛനും തല്ലും കിട്ടി. അല്ല നിന്റെ ചേട്ടന്മാര് കൊള്ളാല. ഞാൻ മിനിമം ഒരു സസ്പെൻഷനെങ്കിലും പ്രതീക്ഷിച്ചു. എന്തായാലും നന്നായി. നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തേനെ. നീ എന്താ സ്വപ്നം കണ്ടിരിക്കണ? വണ്ടി എടുക്ക്. വിശന്നിട്ടാണെ വയറ് കാത്തിട്ട് പാടില്ല. വണ്ടി എടുക്ക് ശക്തിവാനെ. അടിക്കട്ടെ. യോയോ ഹാനിസിംഗ് ആവണ്ടേ? ചേട്ടൻ 3 കാപ്പി. നിനക്ക് എന്തെങ്കിലും വേണോ? എന്തുട്ടാ ചേട്ടാ, വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഭംഗിക്കൊരു വടയും വെച്ചോ. നീ എന്തിട്ട് കാണിക്കണേ? ആ ജിമ്മിന്റെ അടുത്ത് നല്ല ഒട്ടി കിട്ടോ. അലമ്പാക്കല്ലേ, വലിയ പ്രശ്നം ഉണ്ടായി എന്റെ കല്യാണം മുടങ്ങും. അതൊന്നും കുഴപ്പമില്ലടേ, നമ്മൾ ട്രൈ ചെയ്യണം. കിട്ടിയാ കിട്ടി. ഒന്ന് മതിയാക്കടാ. കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കൂടി അടി കിട്ടാത്തതിന്റെ കുറവുള്ള ജോണ്. നമ്മൾ ശ്രമിക്കണം. എങ്ങനെ കിട്ടിയാലോ? അതൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? പെണ്ണെന്തൊക്കെ പറയണ്ട. എടാ, ചെമ്മിന്റെ അടുത്ത് പെണ്ണെന്തൊക്കെ പറഞ്ഞു കൊടുക്കണ്ടോ? മനസ്സിലായി. ഞാൻ പറഞ്ഞടാ, കിട്ടിയ കിട്ടി, പോയാ പോയി. എടാ, കുട്ടിക്ക് പാലുള്ളൂ.
ഇതൊക്കെ ഒരു കലയാണ്.